ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ജസ്ന മജീദ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. 9-ാം തീയതി ശനിയാഴ്ച ഒരു വൈകുന്നേരം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരു അടിപൊളി കല്യാണമാണ് 10-ാം തീയതി. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കല്യാണ പെണ്ണ് 2 കൈയും നിറയെ മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഇതൊക്കെ അവളുടെ വീടിൻ്റെ അടുത്തുള്ളവരാണ് കേട്ടോ. അങ്ങനെ വിരുന്നുകാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 10-ാം തീയതി എനിക്ക് ഒരു പരിപാടിയുള്ള കാരണമാണ് 9-ാം തീയതി ഞാൻ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സും കൂടി വന്ന്. അവളാണ് ജംസീന. പിന്നെ എൻ്റെ കൂടെ പഠിച്ച വേറൊരാളും കൂടി അവിടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു, മോനീഷ്. അവളെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവളുടെ അമ്മ ഞങ്ങൾക്ക് സ്വർണ്ണമൊക്കെ കാണിച്ചു തന്നു. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ബേക്കറിയും ചായയും വെള്ളം കലക്കിയൊക്കെയാണ് കുടിച്ചത്. അങ്ങനെ തൊട്ടടുത്ത് തന്നെ അവരെ പന്തലിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പന്തലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ടൈം അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. കാരണം ജംസീനക്ക് അവളെ വീട്ടിലേക്ക് പോകണം വൈകുന്നേരം. പിന്നെ കുറേ ടൈമായി കഴിഞ്ഞാൽ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് മഷിയാൽ കണ്ണെഴുതും മാൻകിടാവി നിന്നലേ മായ ചിന്തൂരം മൈന ചാത്തിയോ. കൺമഷിയാൽ കണ്ണെഴുതും മാൻകിടാവി നിന്നലേ മായ ചിന്തൂരം മൈന ചാത്തിയോ. എല്ലാം ഒളിച്ചു വയ്ക്കണ മനസ്സിനുള്ളിലെ തെളിയുണ്ടേ. ഉറങ്ങുമ്പോൾ കുറുകാനായി കനവിൻ കുയിലുണർന്നിരാവുണരുമ്പോൾ നീവാതിൽ തുറക്കാൻ കിളി മറന്നേ. നിലാവ് പോയി തെളിഞ്ഞൊരാൾ വരുന്നടി വിരുന്നിനായി തടുപടി പുഴ കടകൊടുത്തൊരു കനവ് മുന്നിലെ കസവടിയുടലി. പൊന്നിൻ പൊന്നേ മണ്ണിൻ മണിയേ കാവതിലെ കാവതി കാറ്റയ്ക്കും കായൽ വരമ്പിലെ കക്കലഞ്ഞെന്തിനും കണ്ണിൽ കണ്ണിൽ കാറാക്കിനാരം. ും കഞ്ഞടി പാടത്തെ വാടത്തത്തയ്ക്കും തമ്മിൽ തമ്മിൽ കാവിലെ കാവതിക്കാറ്റയ്ക്കും കായൽ വരമ്പിലെ കക്കലഞ്ഞെന്തിനും കണ്ണിൽ കണ്ണിൽ കല്യാണ പെണ്ണിൻ്റെ പേര് ജയത്രി എന്നാണ് കേട്ടോ. കല്യാണം കഴിച്ചെടുക്കുന്നത് കുമ്പിടിക്കാണ്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ചെന്ന കാരണം മെയിൻ പരിപാടികൾക്കൊന്നും കൂടാൻ പറ്റില്ല. വീഡിയോസും ഫോട്ടോസൊക്കെ പിന്നെ ഞാൻ ഇവിടെ വീട്ടിലെത്തിയതിന് ശേഷമാണ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ നേരെ വന്നത് എൻ്റെ കുഞ്ഞിമ്മാൻ്റെ വീട്ടിലേക്കാണ്, ഉപ്പമാൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക്. കാരണം ഞായറാഴ്ച മാഗ്നസയുടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അത് മിസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് എൻ്റെ കുഞ്ഞുമ്മാൻ്റെ മോളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഈ കല്യാണമുള്ള വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുഞ്ഞിമ്മാൻ്റെ വീട്. അപ്പോൾ ജംസീനാനെ അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ എൻ്റെ വേറെ 2 ഫ്രണ്ട്സ് അവരെ വീട്ടിലേക്കും പോയി. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു വണ്ടി കിട്ടി. പിന്നെ വീട്ടിലെത്തി നോക്കുമ്പോൾ പിന്നെ കുഞ്ഞുമാർ 2 പേരും പിന്നെ മോനും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എത്തി നോക്കുമ്പോൾ എന്നോട് ഈ കാക്കാൻ്റെ മോന് പറഞ്ഞു ഞാനൊരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ഞാൻ വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ട്. ഓരോ സ്വിച്ച് ഇടുമ്പോഴും ഓരോ ടൈപ്പ് മ്യൂസിക്കായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാത്ര യൂട്യൂബ് ചാനലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത്. അവൻ്റെ പേര് ഹംദാൻ എന്നാണ് കേട്ടോ. പിന്നെ കുഞ്ഞുമാൻ്റെ മോളെ മക്കളുണ്ട്. അവർ അപ്പുറത്തിരുന്ന് കളിക്കണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോയി. അന്ന് മൊത്തം ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന കാരണം. പിന്നെ അന്ന് കുഞ്ഞിമ്മാൻ്റെ മകളുടെയും മോൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയായിരുന്നു സ്പെഷ്യലായിട്ട്. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നുണ്ട് കാരണം എനിക്ക് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.